ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് കിട്ടിയ ഒരു ലീവാണ് കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ മസ്ജിദ് അസ്മാ പള്ളിയിൽ പോയി നമസ്കരിക്കാമെന്ന്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു പള്ളിയാണ് അസ്മാ പള്ളി കോറത്തിലുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അസ്മാ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ജുമാ സ്ത്രീകൾക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റാണ് അസ്മാ പള്ളിയിൽ പോകൽ. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് നമ്മൾ ഇറങ്ങിയത്. വലത് ഭാഗത്ത് കാണുന്ന ഒമാൻ അവന്യൂ മാളാണ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോപ്പിംഗ് സെൻറ്റർ. വീടിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇവിടെയാണ് വരാറ്. പോകുന്ന വഴിയിൽ ഒരുപാട് പള്ളികളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. പക്ഷേ എന്നാലും ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒത്തുചേരുന്നത് കോറത്തായതുകൊണ്ട് നമ്മൾ കോറത്താണ് എപ്പോഴും ജുമാ നമസ്കരിക്കാനായിട്ട് പോകുന്നത്. എല്ലാ വെള്ളിയാഴ്ചകളിലും പോകാറ് അവിടെയാണ്. നമ്മൾ രണ്ടും കൂടെ അവധി കിട്ടുന്ന ദിവസങ്ങളിൽ ഞങ്ങളെയും കൂട്ടി പോകാറുണ്ട്. ഫുൾ ഫാമിലി ആയിട്ട് ഞങ്ങളവിടെ പോയി നമസ്കരിക്കാറുണ്ട്. ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ നമ്മൾ പൊതുവിനെ പകൽ സമയങ്ങളിൽ അങ്ങനെ പുറത്തിറങ്ങാറില്ലെങ്കിലും ആകെ വെള്ളിയാഴ്ച മാത്രമാണ് നമ്മൾ ഈ നേരത്ത് പകൽവട്ടം കാണുന്നത്. എൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് കേട്ടോ. ഞാനാകെ പകലിൽ പുറത്തിറങ്ങുന്നത് വെള്ളിയാഴ്ചകളിൽ മാത്രമായിരിക്കും. പോകുന്ന വഴിക്ക് നമ്മൾ സൊഹാർ ബാങ്കിൻ്റെ ഇതൊക്കെ കാണാൻ കഴിയും. ഇതൊരു ബസ് പോകുന്നത് കണ്ടോ. എനിക്ക് ഇവിടെ വന്നപ്പോൾ വളരെ കൗതുകമുള്ളൊരു കാര്യമായിരുന്നു ഇവിടെ ബസ്സൊക്കെ ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. എനിക്ക് വലിയൊരു ആഗ്രഹമാണ് ഇവിടുത്തെ ഒരു ബസ്സിലൊന്നും ഒരു തവണ കയറണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ കോറം അടുക്കാറായി കേട്ടോ. കോറം നമ്മൾ ഈ സഫ എക്സ്പ്രസിൻ്റെ അടുത്ത് 2 ട്രെയിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പള്ളിയാവും. ഇത് കഴിഞ്ഞാൽ നമ്മുടെ പള്ളിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയാണ് കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇവിടെ കൂടുതലായിട്ടും പാകിസ്ഥാനികളും ബംഗാളികളും ഇവിടുത്തെ നാട്ടുകാരും ഉണ്ടെങ്കിലും ഈ ഒരു പ്രദേശം കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഒരു ഫീലാണ്. ഇവിടുത്തെ മരങ്ങളും മരത്തിൻ്റെ ചുവട്ടിലിരിക്കാനുള്ള ഒരിതും. നൊയമ്പ് സമയത്തൊക്കെ ഇവിടെ നൊയമ്പ് തുറക്കാനൊക്കെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ പള്ളിയിൽ ഭയങ്കര ഒരു പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റാണ്. പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഫുൾ പാർക്കിംഗ് സ്ലോട്ടും മൊത്തം എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞു. നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. കുത്തിബയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുത്തിബയ ഏകദേശം പകുതിയോളം ആയിക്കഴിഞ്ഞിരുന്നു. പക്ഷേ സ്ത്രീകളും കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ ഒരു ഏരിയയിലായിട്ട് തന്നെ അവർ കടന്നിരുന്നു. ഇപ്പം ഞങ്ങളും വേഗം എല്ലാവരുടെയും കൂടെ സ്ത്രീകൾക്കൊട്ടുള്ള നമസ്കാര മുറിയിലേക്ക് ഞങ്ങളും കടന്നിരുന്നു. വീട്ടിൽ നിന്ന് ഒളു എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് നേരെ നമസ്കരിക്കുന്നിടത്ത് തന്നെ കയറി ഇരിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഒളു എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളതിന് പുറത്തിറങ്ങി. ഇക്കായെ വെയിറ്റ് ചെയ്ത് നിന്നു. അവർ പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള ഒരു കൂട്ടുചേരലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ നമ്മൾ തിരിച്ച് പുറത്തുനിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ഗോബ്രയിലേക്ക് പോവുകയാണ് കേട്ടോ. ഗോബ്രയിൽ പോകുന്ന വഴിക്ക് നമുക്കിത് ഒപ്പേറ ഹൗസൊക്കെ കാണാൻ കഴിയും. ഒപ്പേറ ഹൗസിൽ ഞാൻ വന്നിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു തവണ നമുക്ക് ഒപ്പേറ ഹൗസിലൊക്കെ ഒന്ന് വരണം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലഹബ കിച്ചണിൽ പോയിട്ട് നമുക്കൊരു മന്തി കഴിച്ചാലോ എന്നൊരു ചിന്തയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം മന്തി കഴിക്കാനായിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ചു. നല്ല തിരക്കായിരുന്നു. ഒരു കല്യാണത്തിനുള്ള ആളുണ്ടായിരുന്നു. പുറത്തുള്ള വീഡിയോ ഒന്നും എടുക്കാനത് ഒരുപാട് പ്രൈവസി നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് ആളുകളുണ്ട്. ഫോറിനേഴ്സ് ആയാലും ഇവിടുത്തെ ആളുകളായാലും മലയാളികളായാലും ഒരുപാട് പേരുണ്ടായിരുന്നു ഇതിനകത്ത്. പക്ഷേ നമുക്ക് എന്തായാലും ഒരു മജ്‌ലിസ് ഫ്രീ ആയിട്ട് കിട്ടി. അവിടെ നമുക്കൊരു പ്രൈവസി ആയിട്ട് നമുക്ക് അതിനകത്തിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു അവസരം ഉണ്ടായി. പിള്ളേർക്ക് നമ്മളൊരു ചിക്കൻ മന്തി വാങ്ങി, നമുക്കൊരു മട്ടൻ മന്തിയും വാങ്ങി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്